അതങ്ങനെ സാരമില്ല ചവിട്ട്. ഒന്നും പറ്റിയില്ല ഗൈസ്. ചക്കുപ്പി വീണില്ല ഗൈസ്. ഇല്ല ദൈവമേ മൊത്തം പരിക്കാണല്ലോ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കെൻഡ് ഒക്കെ ആയപ്പോൾ ചുമ്മാ ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചു. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്. ഭയങ്കര നട്ടുച്ച വെയിലാണ്, ഇന്ന് മഴയൊന്നുമില്ല. നമ്മുടെ ചക്കുപ്പി ഇത്ര നേരം ഉറക്കമായിരുന്നു, ഇപ്പം എണ്ണിച്ചിട്ടുണ്ടെന്ന്. എന്ത് ചെയ്യും? എണ്ണിച്ചാ? എണ്ണിച്ചില്ലേ? എണ്ണിച്ചു. നമ്മൾ തമിഴ്നാട് ബോർഡർ എത്തി ഗൈസ്. വീണ്ടും നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എടുത്തു. പോലീസ് അവിടെ നോക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റിന്റെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പോലീസ് പിടിച്ചു നിർത്തി ഗൈസ്. എന്തോ വീഡിയോ എടുക്കുവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന്ന് യൂട്യൂബ് ചാനലാന്ന്, എന്തോ ചാനലാന്ന്. അപ്പം ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പൊക്കോളാൻ പറഞ്ഞു. പുള്ളിക്ക് ചിരി വന്നു പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ. ഉച്ചയ്ക്ക് അവിടെ പോയി കഴിക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കണ്ടിറങ്ങിയേക്കുവാണ്. സൈക്കിളൊക്കെ എടുത്ത് വണ്ടിയിൽ ഇട്ടോണ്ടാ വന്നേക്കുന്നത്. സൈക്കിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടു നിർത്തിയപ്പോൾ ഭയങ്കര മഴ പെയ്തു, അന്നേരം കാണിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഞാൻ അവിടെ തന്നെ വന്നു ഇപ്പോണ്ട്. നമുക്ക് വെളിയിൽ പോയിട്ട് ആ പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ആ പൂക്കൾ. ഭയങ്കര ഒരു മല്ലിപ്പൂവിൻ്റെ മണമാണ്. പക്ഷേ ഇതെന്ത് ചെടിയാണെന്നറിയില്ല. പയർ പോലെ ഉണ്ട് അവിടെ കണ്ടിട്ട്. പയറിൻ്റെ ഇല പോലെ ഉണ്ട്, പക്ഷേ അവിടുത്തെ കായോ ഒന്നുമില്ല, പൂക്കൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതെന്തിനാണ് ഉപയോഗിക്കുന്ന അറിയത്തില്ല കേട്ടോ. കണ്ടിട്ട് ഈ തുമ്പപ്പൂ വലുതായിട്ടിരിക്കത്തില്ല, അതുപോലെ ഇരിക്കുന്നുണ്ട് കണ്ടാൽ. ഇവിടെ ഫുള്ളതാ കേട്ടോ, അങ്ങ് അറ്റം വരെ ഉണ്ട്. കണ്ണത്താ ദൂരത്തേക്ക് നടക്കുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു വീട്. ഈ വീടെല്ലാം കഴിഞ്ഞിട്ട് കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ അപ്പുറത്തും ഇതേപോലെ തന്നെ ഫുള്ള് വെള്ള കളർ ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങ് അറ്റത്തൊരു വലിയൊരു മലയൊക്കെ ഉണ്ട്, എന്താ കാണാനുള്ളതെന്ന് അറിയത്തില്ല. ഇവിടെ കുറേ പൂക്കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മൊത്തം. ഈ നിൽക്കുന്നേക്കില്ലേ, ഇതിനകത്തെല്ലാം എന്തോ ഒരു കുറേ ചെയ്ത് ആന്തൂറിയുമോ ബന്ദിപ്പൂവോ അങ്ങനെ എന്തൊക്കെയോ സാധനമാണ് ഈ കൂടാരത്തിനകത്തുള്ളത്. രാത്രി വരുമ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു? ഗുമുല അഗ്രഹാരം, അങ്ങനെ എന്തോ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് പിന്നെ അപ്പുറത്തോട്ട് വേറൊരു പേരൊക്കെ ഉണ്ട്, എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. കരണ്ടപാളയം നല്ല രസമല്ലേ വഴി കാണാൻ. ഞങ്ങളിപ്പം കർണാടകയിൽ നിന്ന് ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് വന്നതാണ്. ചക്കുപ്പി അവിടെ നിന്ന് വണ്ടിക്ക് തിരിഞ്ഞ് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് കേട്ടോ, എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം കഴിച്ചു. അയ്യോ വണ്ടി വിടുന്നു. എന്താ മോശം, ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂട് വെക്കുന്നല്ലേ? അയ്യോ വിശക്കുന്നു. ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, ഞാൻ കഴിക്കാം. ഞങ്ങൾ ഫുഡൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. ഞാൻ അവിടെ പോയിട്ട് ഉച്ചക്കത്തെ ചോറുണ്ണണം, പിന്നെ ചക്കുവിന് കളിക്കണം എന്ന് കുറേ പരിപാടിയുണ്ട് അല്ലേ കുപ്പി? എന്നാൽ നമുക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ പോകുന്ന വഴി കണ്ടോ ഗൈസ്, ഓഫ് റോഡിൽ കൂടാണ് ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരുത്തിയോ ഇവിടെ എന്തൊക്കെയോ കൃഷികളുണ്ട് കണ്ടോ. എന്താ ഇതിൽ വണ്ടി പോകുമോ? പോയി നോക്കാന്നോ, തിരിക്കാൻ പറ്റുമോ? ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളെ വേറൊരു വഴി കൂടെ കൊണ്ടുപോയത്, പക്ഷെ ഇന്ന് ഇതാണ്ട് ഈ ഇതിലേ കൊണ്ടുപോകുന്നു. എന്താന്നറിയില്ല. ഇതൊക്കെ എന്താണ്ട് ഒരു സാധനം. കഴിഞ്ഞ ദിവസം വന്നാലും നമ്മള് പെട്ടെന്ന് അന്ന് മഴയായിരുന്നു. ഈ ചള്ളക്കകത്ത് കിടന്ന് പൊതഞ്ഞു കിടക്കുന്നു. കാണാ അതാണോ കാണാ നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ കൊണ്ടുവെക്കുന്ന ഇതാണോ? എന്തിന്? പേടി കിട്ടാതോ, കൊച്ചു പേടിക്കാതോ. അവിടെ ഒരു മഴ കണ്ടോ ഗൈസ്? ആലല്ല, അത് വേറെന്തോ മഴ. പെനിയൻട്രി അല്ല. ഇവിടെ സൈഡിലോട്ട് ചെറിയ പോകാം. വണ്ടി പോകുന്നതാണോ തമ്പുരാനാണ്. ഇതെന്തോ വെള്ളം എടുത്തു കിട്ടുന്ന ടേബിള്. വണ്ടി മറ്റേ വഴി കൂടെ പോയാൽ മതിയായിരുന്നു. വീടുണ്ടെങ്കിൽ തിരിച്ചിങ്ങാണ് ഇങ്ങോട്ടൊരു വണ്ടി വന്നാൽ തീർന്നു. തിരിച്ചു വരുമ്പോ ഈ വഴി വരണ്ട. പെട്ടെന്നാ തോന്നുന്നേ. വരുന്ന വഴിക്ക് തേണ്ട ഒരു ട്രാക്ടർ വരുന്നു. ഓപ്പോസിറ്റിൽ ഒരു ട്രാക്ടർ വരുന്നുണ്ട്. നമ്മളവിടെ കൊണ്ട് പോകുമോ? അവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട് മരത്തിനപ്പുറത്ത്. അവിടെ കൊണ്ട് പെട്ടെന്ന് എന്നാ കയറിപ്പോ. ഒന്നെങ്കിൽ അവൻ അവിടെ നിർത്താം. നിർത്തിയെന്ന് തോന്നുന്നു. ഇല്ല നിർത്തിയില്ല, അവൻ മുന്നോട്ടേക്ക് സൈഡ് കയറ്റടാ ചേട്ടാ. മറ്റേ മരം നിൽക്കുന്നുണ്ട്. ഇതെന്താ പയറോ കേട്ടോ നീ പറഞ്ഞ സാധനം? അതിന്റെ നടുക്ക് വലിയൊരു കല്ല് വീണ് കിടക്കുന്നു. അപ്പച്ചൻ അങ്ങോട്ടായിരുന്നു. താങ്ക് യു. അപ്പച്ചൻ നമ്മളെ രൂക്ഷമായിട്ട് ഇത് എവിടെ പോവാന്ന് ഇതിലെങ്ങും വഴിയില്ല പിള്ളേരെ. കാരണം ഇതിലെ വണ്ടി പോകുമോ തോന്നുന്നില്ല. കാരണം ഇവിടെയൊക്കെ എന്തൊക്കെയോ പണിയാണ്. മര്യാദക്കുള്ള റോഡിൽ കൂടെ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഗൂഗിൾ ചേച്ചി ഞങ്ങളെ ഈ റോഡ് കാണിച്ചു. ഇതെന്തോ കണ്ട നികത്തേക്കുവാണ്. കാർ അവിടെ കിടക്കുക. അങ്ങ് പോയി നോക്കണോ? ഇതിലെ കുഴപ്പമില്ല, കുഴിയൊക്കെ ഉണ്ട്. പഞ്ചുകുട്ടം വരുന്നുണ്ട് ഗൈസ്. ആ സൈഡ് ചേർത്ത് വാ. പഞ്ചുകുട്ടം വരുന്നുണ്ട് ഗൈസ്. കുഴിയുണ്ട്.
ഞാൻ മുമ്പിലോട്ട് പോയി നോക്കട്ടെ ഗൈസ്. കണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷിയൊക്കെ അവരിങ്ങനെ കമ്പ് നാട്ടി ചെയ്തേക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഫുൾ ചോളം. അങ്ങനെ പഞ്ചൂട്ടനും മുത്തും എല്ലാം മുമ്പിൽ കയറിപ്പോയി ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് പുറകെ കൂടെ പോവുകയാണ് നടന്ന്. അങ്ങ് മേളിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തോ ഷോർട്ട് കട്ട് കയറ്റിക്കൊണ്ട് ഈ കണ്ടത്തിൽ കൂടെ വന്നതാണ്. മേളിൽ എനിക്ക് തോന്നുന്നു റോഡാന്ന് തോന്നുന്നു. ഞാനിവിടെ പെട്ടുപോയി. വണ്ടി അങ്ങ് പോയി. ഇവിടെ കണ്ടോ വാടാമല്ലി പൂവില്ലേ, അതിൻ്റെ വേറെ പേരുണ്ടോ അതിനൊന്നറിയില്ല. ആ ചെടിയാണ് കേട്ടോ, ഫുള്ള് ചെടി നട്ടേക്കുന്ന വാടാമല്ലി. അവർ പോയി, ഞാൻ ഒറ്റയ്ക്ക് പുറകെ നടന്നു പോവുകയാണ്. ഇതെനിക്ക് തോന്നുന്നു കണ്ടം നികത്തി നമ്മൾ റോഡാക്കത്തില്ലേ, അതാക്കിയേക്കുകയാണ് കേട്ടോ. ഞാൻ ഇതാ പറഞ്ഞത്, വാടാമല്ലിയുടെ പൂ കണ്ടോന്ന് പറഞ്ഞില്ലേ, കണ്ടിത് വാടാമല്ലി പൂ അവരിങ്ങനെ ഓരോരോ തട്ടായിട്ട് ഉണ്ടാക്കിയേക്കുന്നു. അതിൻ്റെ ഇപ്പുറത്ത് എനിക്കൊന്നു ജമന്തിയാന്ന് തോന്നുന്നു, ചെറിയൊരു നാരകം കേട്ടോ. അത് ഫുള്ള് നാരങ്ങയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ 2-3 ഉണ്ട്. അയ്യോ മുത്ത് അവിടെ പോയി നിന്നോ. ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഇനി മേളിൽ മെയിൻ റോഡാന്ന് തോന്നുന്നു. പാലമരമാണോ ഇവിടെ ഇത്? പാലമരമാണോ ഇത്? ചെമ്പകമാണോ? മേളിൽ മെയിൻ റോഡാന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ പോകുന്ന കണ്ട്. അങ്ങനെ കണ്ടത്തിൻ്റെ നടുവിൽ കൂടി നമ്മുടെ പഞ്ചൂട്ടൻ വരുന്നുണ്ട് ഗൈസ്. ഇനി ഇത് മേളിൽ മെയിൻ റോഡാണ്. അത്ര ഇടാ കണ്ടത്തിൽ കൂടെ വന്നാൽ മതിയായിരുന്നു. നീക്ക് മേളിൽ മെയിൻ റോഡാണ്. ഭയങ്കര പൊക്കത്തിലാണ് മെയിൻ റോഡ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കയറി മെയിൻ റോഡിലെത്തി ഗൈസ്. ഇനി ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെയൊക്കെ ഫുള്ള് എന്താ അവർ കൃഷി നടാൻ വേണ്ടി പാട ഉരുന്നിട്ടേക്കുവാണ്. 2 സൈഡിലും ഫുള്ള് കൃഷിക്ക് വേണ്ടിയിട്ട് അവർ കണ്ടം ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടേക്കുകയാണ്. അപ്പം ഞാൻ വണ്ടിയെ കയറട്ടെ കേട്ടോ. കണ്ടത്തിൻ്റെ നടുവിൽ കൂടെ നടന്നു വരാൻ നല്ല രസമായിരുന്നു. അതെ എന്താ പറയുക, 2 സ്ഥലം ഈ ട്രാക്ടർ പോയിട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ ഭയങ്കര കട്ടിയിലിരിക്കുമായിരുന്നു. അവത്തേലാണ് ഒരു വീല് കയറിയത്. അന്ന് വൈകിട്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ വന്നായിരുന്നെങ്കിലോ, അന്ന് ഈ റോഡ് കാണിച്ചതോടെ നമ്മൾ വൈകിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിലോ. ആ കണ്ടത്തിൽ കൂടെ എന്തോ സൗണ്ട് കേൾക്കുന്നേ, ചെറിയ വിശപ്പ് തോന്നുന്നുണ്ട് ഗൈസ്. ഇത് അന്ന് നമ്മൾ വന്നപ്പോ പറഞ്ഞില്ലേ നല്ല വഴിയുണ്ട് ഇപ്പുറത്തുണ്ടെന്ന്. ടാറിട്ട റോഡ്, പക്ഷെ അത് പോകുന്ന നമുക്ക് പിന്നെ കണ്ടത്തിൽ കയറണമായിരുന്നു. അന്ന് രാത്രി നമ്മൾ ആ വഴി പോയായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയി. നമ്മൾ അന്ന് ആ വഴിയാ വന്നേ അല്ലേ? അയ്യോ ഇതിലേ വരാൻ ഞാൻ നന്നായി. നമ്മൾ തിരിച്ച് അതിലേ ഇതിലേ വന്നാ പെട്ടേനെ. അന്നാണെ ഇടിവെട്ട് മഴ ചള്ളക്കുഴിക്കാതെ അവിടെ കിടന്ന് പൊറിഞ്ഞ വട്ടം. എന്തുവാടെ ഇങ്ങനെ അടിക്കുന്നേ? അതെവിടെ നിന്നായിരിക്കും? നമ്മൾ ലേക്ക് എത്തി ഗൈസ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി. അവിടെ വണ്ടികളെല്ലാം ആയല്ലോ. വണ്ടി വെള്ളത്തിൽ ഇറക്കിയിട്ട് കഴുകുന്നു. നമുക്ക് അങ്ങ് പോയാലോ ഗൈസ്. അങ്ങനെ നമ്മുടെ ലേക്കിലോട്ടുള്ള വഴിയിലോട്ട് നമ്മുടെ പഞ്ചൂട്ടൻ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് കുണ്ടും കുഴിയുമാണ്. ഇറങ്ങി പുറകെ വണ്ടി വരുന്നുണ്ട്. ഇങ്ങ് പോകുന്നു. പുറകെ ഒരു അപ്പച്ചൻ വരുന്നുണ്ട് സ്കൂട്ടറിൽ. ആൾക്കാരൊക്കെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും ചൂണ്ട നോക്കിയായിരുന്നു, പക്ഷെ ചൂണ്ട കിട്ടിയില്ല. ഇവിടെ ഒന്നും കടകളില്ല. നമ്മുടെ അവിടുത്തെ കടയിൽ ചോദിച്ചപ്പോൾ അവിടെ ചൂണ്ടയില്ല, ഫിഷിന് കൊടുക്കുന്ന ഫുഡും ഫിഷും ഒക്കെ ഉള്ളു വിൽക്കാൻ, ചൂണ്ടയില്ല എന്ന് പറഞ്ഞു. ചുമ്മാ ഒരു രസം ചൂണ്ടയിട്ട് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ച്. ചക്കുവും കണ്ടിട്ടില്ലല്ലോ ചൂണ്ടയിടുന്നേ, അപ്പം അവനെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചേ. പക്ഷെ ഇവിടെ വന്നപ്പം ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ ഇവിടെയും കടകളൊന്നുമില്ല. അങ്ങും വണ്ടിയൊക്കെ ഇട്ട് ആൾക്കാർ അവിടെ വണ്ടി കഴുകുകയൊക്കെ ചെയ്യുന്നു. നമ്മളിത് കറങ്ങി അങ്ങ് അപ്പുറത്ത് പോകും. അങ്ങനെ ഞങ്ങൾ ലേക്കിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ. എന്നിട്ട് അമ്മോസും ചക്കുപ്പിയും കൂടെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പായൊക്കെ എടുത്ത് വെച്ച് പാ ഭയങ്കരമായിട്ട് പറന്ന് പോകുന്നു. അതിന് 2 ചെരുപ്പൊക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റ് വെച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് ചക്കുപ്പി 2 ടോയ് എടുത്തോണ്ട് ഞാൻ അവിടെ നിന്ന് കളിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? എന്തൊക്കെയുള്ള ഈ ചക്കുവിൻ്റെ പാത്രം കേട്ടോ, സ്കൂളിൽ കൊണ്ടുവന്ന പാത്രം. മത്തങ്ങ അറിയില്ലായിരുന്നു. ഫ്രൈ ഉണ്ട്, പിന്നെ രസമുണ്ട്. രസം ചക്കുവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അവന് ഒഴിച്ചിട്ടില്ല. ചക്കുപ്പി ഇങ്ങോട്ട് നോക്കിയിട്ടാ, നീ എന്താ തിരിഞ്ഞിരിക്കുന്നേ? വെള്ളത്തിലോട്ട് നോക്കിയിരുന്ന് കഴിക്ക്. എല്ലാവരും ഇവിടെ വന്ന് വണ്ടിയിലാണ് വരുന്നത്. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ കുഞ്ഞിനെയൊക്കെ ഇപ്പോൾ അവിടെ വെള്ളത്തിൽ ഇറക്കിയിട്ട് കളിപ്പിക്കുമായിരുന്നു. ഞങ്ങളിവിടെ
ഞങ്ങളിവിടെ ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്, പക്ഷേ ചൂണ്ട കിട്ടിയില്ല കൈ. അങ്ങൊക്കെ കണ്ടോ കുറേ വണ്ടിയൊക്കെ വന്നിട്ട് അവരെല്ലാം ടെൻ്റൊക്കെ അടിച്ച് അവിടെ നിൽക്കുന്നത്. അവിടെ എല്ലാം ടെൻ്റ് അടിച്ചിട്ട് ഓരോരുത്തർ ക്യാമ്പ് ചെയ്ത് കിടക്കുമെന്ന് തോന്നുന്നു. ഇന്നിനിയും രാത്രി പോകുമ്പോൾ എന്തോ. പിന്നെ ഈ ലേക്കിന് അങ്ങേ സ്ഥലം കണ്ടോ, അതേപോലെ തന്നെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ വന്നിട്ട് ടെൻ്റൊക്കെ അടിച്ചായിരിക്കുന്ന ആൾക്കാർ. അങ്ങൊക്കെ ഒത്തിരി വണ്ടി ഉണ്ടമ്മൂ. ഈ ഇതിൻ്റെ അടുത്ത് മാത്രമല്ല, അങ്ങ് അപ്പുറത്ത് കണ്ടു. അത് പക്ഷെ എങ്ങനെ വരും, ഇതിൽ അങ്ങ് കറങ്ങി കിടക്കും കേട്ടോ. അതുകൊണ്ട് അവിടെ കുറേ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റ്, മണ്ണ് വന്ന് ചോറ് വീരായിരുന്നു മാത്രം മതി. ഇല്ലല്ലേ, അവിടെ എല്ലാം കുഞ്ഞു പിള്ളേരെ വെള്ളത്തിൽ കളിപ്പിച്ചോണ്ടിരിക്കുക ഒരു പുള്ളിക്കാരൻ. ഹായ്, എന്ത് രസം. പെട്ടെന്ന് കഴിച്ചെങ്കിൽ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഫോട്ടോ എടുക്കാവോ? ഞാൻ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. ചക്കും മുത്തും നേരത്തെ ഫുഡ് കഴിച്ചിട്ട് അവർ കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോയിരിക്കുന്നു. നമ്മുടെ ചക്കുപ്പ് ഇതുണ്ട് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി വന്നതിൻ്റെ ഇവിടെ ഇന്നും ഇതും പോയിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇതിനു വേണ്ടിയിട്ട് രാവിലെ പൊരിഞ്ഞടിയായിരുന്നു അവിടെ. അന്ന് വന്നപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പറ്റിയില്ല. എന്തോടാ ഇതിന് കാറ്റടിക്കുന്ന സാധനം കണ്ടില്ലെന്ന്, അതാണ് ഇപ്പം പറഞ്ഞത്. വാ ചവിട്ട് അങ്ങോട്ട്, പെട്ടെന്ന് ചവിട്ട്. നേരെ പോ, മേളിൽ കയറല്ലേ, അതിൽ തന്നെ പോ. ചവിട്ടറ അങ്ങോട്ട്, തെളിറ അങ്ങോട്ട്, ചവിട്ട് അങ്ങോട്ട്. ഓ അവിടെ കുഴിയായിരുന്നോ, തെള്ളി മേളിൽ കയറ്റ്. ഇറങ്ങിയിട്ട് ഉന്തറ, ഇറങ്ങി ഉന്തറ ചക്കുപ്പി. ഇപ്പം ഭയങ്കര മടിയാണ് കേട്ടോ. ഫ്രണ്ടിലൊരു മുട്ടക്കാട്ടം കുഴിയുണ്ട്. ഞാന് വരുന്ന കാണിക്കന്നെ. വാ, ആൾക്കാർ മൊത്തം കാണും. വാ നീ ചവിട്ടുന്നത്. വാടാ, മേലിക്കൂടെ പോ, താഴെക്കൂടെ വരില്ലേ, കുഴി പോ. ചക്കുപ്പി ഇപ്പൊ പോകാൻ പോകുന്ന കുഴിയാണിത്, ഇങ്ങനെ കയറി പോണം. വാടാ, ഈ കുഴിക്കകത്തൂടെ വേണം ചക്കുപ്പി ഇനി ഇറങ്ങി വരാൻ. മേലിക്കൂടെ വാ, ഭയങ്കര കഷ്ടപ്പാണ്ട്. ഞാനാ പേര് ചവിട്ടറാ. സൈക്കിൾ കൊണ്ട് അവിടെ വെച്ചിട്ട് അവൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നു. നാട് പോകും. ചക്കുപ്പി വരുന്നുണ്ട് കൈസ്, പെട്ടെന്ന് വാടാ. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ആ ഭാഗ്യം, രക്ഷപ്പെട്ട് കഴിച്ച്. ഇവിടം വരെ വന്നു. ആണ്ട് പോകണം, ആണ്ട് പോയി. തീർന്നു കഴിച്ച്, അവിടം വരെ ഉള്ളൂ. ഇനി ആരെങ്കിലും സഹായിച്ചെങ്കിൽ മാത്രമേ അവനെ കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അവനെ കയറിപ്പോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ സഹായം വേണം. എല്ലാവരും വോട്ട് ചെയ്യുക. പോ പോ പോ, ആ പോട്ടെ 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 പോട്ടെ. കണ്ടെത്തി പോടെ ഇറക്കാം. ഓടി തിരിച്ചു വരണേ, ഓടി തിരിച്ചു വരണം. തോണ്ട് പോണം. ദൈവമേ വീഴുമോ. യാ തിരിച്ചു വാ, തിരിക്ക്, പുറമോട്ടിട്. വീഴും, കാല് കുത്ത്, പുറമോട്ട് വാ. അവിടെ ചക്കുപ്പ ഇവിടെ കിടന്ന് ഭയങ്കര അംഗം പരിപാടിയാണ് കാണിക്കുന്നത്. അവൻ്റെ സൈക്കിളോടെ ചരിഞ്ഞിരിക്കും. അവൻ എന്ത് കാണിക്കുന്നു അറിയാമായിരുന്നു. ചവിട്ട്, ചവിട്ടിക്കൂടാ. കൂടായപ്പാ ഒരു ഉറുമ്പിന്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ്ട് സൈക്കിൾ വിട്ടിട്ട് അവൻ ഇറങ്ങി ഓടി. അവിടെ നിന്ന് കുറേ പേര് ചക്കുവിനെ കയ്യെ കാണിക്കുന്നുണ്ടോ, കുറേ കുഞ്ഞു പിള്ളേർ ചക്കുവിനെ സൈക്കിളിന് വേണ്ടിയിട്ടാണെന്നാ തോന്നുന്നത്. ബാ 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 ബാ, ചവിടാ ചവിടാ. എന്താകും തോന്നുന്നു, ചവിട്ട്. ഞാൻ പിടിക്കൂല, ഇറങ്ങിപ്പോ. ചവിട്ടറ. അതങ്ങനെ സാരമില്ല, ചവിട്ട്. ഒന്നും പറ്റിയില്ല കൈസ്. ചക്കുപ്പി വീണില്ല കൈസ്. ഇല്ല, നേരെ നോക്ക്. കാല എൻ്റെ ഇടയ്ക്ക് ഒക്കെ എന്നോട് പറഞ്ഞാൽ കാല് മണ്ടയ്ക്ക്. ദൈവമേ മൊത്തം പരിക്കാണല്ലോ.